ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ കൂടെയുള്ള കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഒരു മാസത്തിന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ കൂടെയുള്ള ഒരു ദിവസത്തെ വിശേഷമായിട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയ ഒരു സമയത്താട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഉമ്മാൻ്റെ സ്പെഷ്യൽ തേങ്ങാച്ചോറും പിന്നെ ബീഫ് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉമ്മ വന്നിട്ട് എന്തായാലും ഉമ്മാനെ കൊണ്ടൊന്ന് ഉണ്ടാക്കിക്കണം എന്നുള്ളത് ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മട്ടാരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ ചോറ് വെക്കുക പൊന്നിയരി ആട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടാരി ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു ചോറ് വെക്കാനും വേണ്ടിയിട്ട് ഞാൻ മട്ടാരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ഉമ്മ തന്നെ കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് അരിയൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് പിന്നെ ബീഫെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത് ബാക്കിയെല്ലാം ഉമ്മ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഉമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പം അവിടെ ബീഫ് കറിയിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനത്തെ എല്ലാ പൊടികളും ഇട്ടിട്ടും ഒന്ന് വറുത്ത് വെച്ചതാട്ടോ അത്. പിന്നെ തേങ്ങാച്ചോറിൻ്റെ ആണെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയും ചെറിയുള്ളിയും ഇട്ടെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ഇവിടെ ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബീഫ് കറിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ബീഫും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ബീഫൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ലഞ്ച് ഉമ്മയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം എനിക്ക് ഫ്രീ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ബാൽക്കണി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാൽക്കണി നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ ഒരു ഏരിയയിൽ പ്രാവുകൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ തൂവലും ഒക്കെ ഇങ്ങനെ താഴെ വീണിട്ട് നല്ല കച്ചറായിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഒരു 2 ദിവസം മുന്നേ ഇവിടെ ഭയങ്കര പൊടിക്കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ബാൽക്കണി ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ പൊടിയും അതിൻ്റെ തൂവലും ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടെടുക്കുക കേട്ടോ. ചോറൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേ തേങ്ങ ഉള്ളതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച്, അതൊക്കെ നമ്മളുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ചാട്ടോ.
അപ്പം ഞാനിത് ആ ബാൽക്കണി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബാൽക്കണി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള ബീഫെല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ബീഫായാലും ചിക്കനായാലും ഒക്കെ ഒരുമിച്ച് എടുത്തിട്ട് കഴുകിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലാ തവണയും നമ്മളിങ്ങനെ കഴുകി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരൊറ്റ തവണ നമുക്ക് കഴുകുന്ന പണി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ബീഫോ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കലും കുറച്ച് റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ട് നമ്മൾ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻ്ററിലേക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ രാത്രിയാവും കേട്ടോ. ഒരു 5:30 സമയമാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇരുട്ടി വരും. അപ്പോൾ അതാട്ടോ ഇങ്ങനെ ഇരുട്ട് കാണുന്നത്. നമ്മളൊരു 5:30 ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ നാട്ടിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയത്. ഉമ്മക്കും കുറച്ച് സാധനങ്ങളും പിന്നെ കാക്കാര മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാട്ടോ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുള്ള് പെൺകുട്ടികളാട്ടോ. ഒരു ആൺകുട്ടി ഒഴികെ ബാക്കി 4 പെൺകുട്ടികളാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കാനുണ്ടാവും കേട്ടോ. ഉമ്മ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഡെക്കോർ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ എനിക്ക് മാല വള അങ്ങനത്തെ അതൊന്നും വലിയ താല്പര്യമില്ല. ഞാനിടാത്തതുകൊണ്ട് തന്നെ ഞാൻ മോൾക്കും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സെക്ഷനിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. എന്നാൽ ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം. അപ്പം ഞാനവിടെ അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നതാ തോന്നിട്ടോ ഡേ ടു ഡേയിൽ. ഇങ്ങനെ ഈ സാധനങ്ങളൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പം നല്ല രസമായിട്ട് തോന്നിയിട്ടോ. എനിക്കൊന്നും ഇങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട് മാറിയില്ല. അപ്പം സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുത്തതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് നോക്കുക കേട്ടോ. അങ്ങനെ വലിയ വില കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും വിലയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 30 ദിർഹംസ് ഒക്കെ വരുന്നുണ്ട് അതിന്. പിന്നെ എനിക്ക് കുറച്ച് ബാസ്ക്കറ്റൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോയിട്ടോ. മുകളിലിപ്പം ഒരുപാട് ബാസ്ക്കറ്റുകളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡിങ് എല്ലാവരുടെ വീട്ടിലും. അതുകൊണ്ടൊക്കെ അവർ ഇറക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബാസ്ക്കറ്റിൻ്റെ ഒക്കെ പല മോഡലിൽ പല ഡിസൈനിൽ കാണുമ്പോൾ ഇങ്ങനെ എല്ലാം വാങ്ങിക്കണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഒരു 2-3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് കാണാൻ നല്ല രസമാട്ടോ. ഇതിൽ നമ്മൾ ചെടികളൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കാണാൻ ഒന്നും കൂടി രസമാട്ടോ.
അപ്പോൾ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ കുറച്ച് സ്റ്റോറേജ് ആവശ്യങ്ങൾക്കും ഞാൻ 2-3 ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പല ഡിസൈനിൽ, പല മോഡലിൽ, പല കളേഴ്സിൽ അവൈലബിൾ ആട്ടോ. ഇതാ കണ്ടില്ല, ഒരു തല മുതൽ ഒരു തല വരെ ഫുള്ള് ബാസ്ക്കറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഫുള്ള് നന്നായിട്ട് നോക്കിയിട്ട് എടുക്കണം. പല സൈസിലും ഉണ്ട്, പല വിലേൻ്റെയും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10 ദിറംസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഉള്ള പ്രൈസിലെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് കണ്ടില്ല, ഇത് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റ് ആട്ടോ. നമുക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ വെക്കാനുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഉള്ള ഒരു ഇതിലാട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ലീക്ക് ചെയ്തിട്ട് ആ ഒരു ബാസ്ക്കറ്റ് കേടൊന്നും വന്ന് പോകില്ല. അതൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരുപാട് ടൈപ്പിൽ അവിടെ ബാസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടി കുട്ടി ഓർഗനൈസേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ 11 ദിറംസ്, 14 ദിറംസ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കെറ്റിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു കെറ്റിലാട്ടോ. നമുക്ക് ഇത് നല്ല സുഖമാട്ടോ. ശരിക്കും നമുക്ക് ചായ അതിൽ തന്നെ ഉണ്ടാക്കുന്ന, അതിൽ തന്നെ നമുക്ക് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഐറ്റം ആട്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അന്ന് ചെന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു സെക്ഷനിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് എല്ലാം 1 ദിറത്തിനാട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു വലിയ ട്രേയും ഒക്കെ നമുക്ക് 1 ദിറത്തിന് കിട്ടുമായിരുന്നു. ഇത് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല സൈസിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാത്തിനും ഒരേ റേറ്റ് ആയിരുന്നു. 1 ദിറമല്ല 0.95 ആയിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ ഒരു ദിവസം ചെന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു അന്നെന്തോ ഒരു ഇതിൽ വന്നതാന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ട്രേ വേണമായിരുന്നു, ഒരു വുഡൻ ടൈപ്പൊക്കെ എനിക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് നോക്കുക കേട്ടോ. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു വുഡൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതല്ല, ഇതിൻ്റെ കുറച്ചും കൂടി വലുതാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ വേറൊരു ദിവസം എടുത്തിട്ട് വീഡിയോ കേട്ടോ. ഉമ്മാനെയും കൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയ ദിവസം എടുത്തിട്ടുള്ളതാണ്. നമ്മൾ വാഹത്തൽ കറാമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അബുദാബിയിലൊരു സ്ഥലമുണ്ട്. നമുക്ക് ഷെയ്ഖ് സാദ് മോസ്കൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന, നമുക്ക് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഈ വാഹത്തൽ കറാമ ശരിക്കും ഒരു വാർ മെമ്മോറിയൽ ആട്ടോ. UAE ഫസ്റ്റ് വാർ മെമ്മോറിയലായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു വാഹത്തൽ കറാമയാണ്. ഇത് ശരിക്കും ഇവിടെയുള്ള എമിറാത്തീസ് വാറിന് പോയിട്ട് മരിച്ചവരുടെ അങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ.
അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ലീനിങ് പില്ലേഴ്സും പിന്നെ ഒരു പവലിയൻ ഓഫ് ഹോണറും കേട്ടോ. മരിച്ചവരുടെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയ 2 സംഭവങ്ങളാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് ലീനിങ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ വാറിൽ മരിച്ചവരുടെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ആട്ടോ. അപ്പോൾ ഇതിൽ UAEയുടെ നാഷണൽ പ്ലഡ്ജ് പിന്നെ അതേപോലെ കുറച്ച് അറബിക് പോയിൻറ്റ്സ് അതൊക്കെ ആട്ടോ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് കാണാനുള്ളത് ഈ ഒരു പവലിയൻ ഓഫ് ഹോണർ ആട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വാറിൽ മരിച്ചവരുടെ പേര്, ജനിച്ച വർഷം, മരിച്ച വർഷം, എവിടെയാണ് മരിച്ചത്, അങ്ങനെ ഇതെല്ലാം അവരിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് കാണുന്നതൊക്കെ അങ്ങനെ അവരുടെ പേര് എഴുതി വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.